Welcome to Day English. Hello, I hope you are doing good. It's a nice weather here today. What about yours? Tell me in the comments below. Okay? ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മൾ പതിവായി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഡു യു എന്ന് ചോദിക്കുന്നത്. ഉണ്ടോ എന്നർത്ഥം. അതായത് നീ നടക്കാറുണ്ടോ, നിനക്കുണ്ടോ, നീ പോകാറുണ്ടോ, ആവശ്യമുണ്ടോ, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാം ഡു യു എന്നുപയോഗിച്ച് ചോദിക്കാറുണ്ട്. നമുക്ക് പോകാം സെന്റൻസുകളിലേക്ക്. ഡു യു വാക്ക്? നിങ്ങൾ നടക്കാറുണ്ടോ? ഡു യു വാക്ക്? നിങ്ങൾ നടക്കാറുണ്ടോ? ഡു യു വാക്ക്? ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു സ്കൂൾ? ഡു യു വാണ്ട് ഹിസ് ഹെൽപ്പ്? നിങ്ങൾക്ക് അവന്റെ സഹായം വേണോ? ഡു യു വാണ്ട് ഹിസ് ഹെൽപ്പ്? നിങ്ങൾക്ക് അവന്റെ സഹായം വേണോ? ഡു യു വാണ്ട് ഹിസ് ഹെൽപ്പ്? ഡു യു ലവ് ഹർ? നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ലവ് ഹർ? നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ലവ് ഹർ? നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു നോ? നിനക്കറിയാമോ? ഡു യു നോ? നിനക്കറിയാമോ? ഡു യു നോ? ഡു യു റിമെമ്പർ മീ? നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ മീ? നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ മീ? ഡു യു ഗെറ്റ് ആംഗ്രി? നിനക്ക് ദേഷ്യം വരാറുണ്ടോ? ഡു യു ഗെറ്റ് ആംഗ്രി? നിനക്ക് ദേഷ്യം വരാറുണ്ടോ? ഡു യു ഗെറ്റ് ആംഗ്രി? ഡു യു സ്റ്റിൽ ലവ് ഹിം? നിങ്ങൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു സ്റ്റിൽ ലവ് ഹിം? ഡു യു സ്റ്റിൽ ലവ് ഹിം? നിങ്ങൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ഹെൽപ്പ് യുവർ ഫാദർ? നിങ്ങൾ അച്ഛനെ സഹായിക്കാറുണ്ടോ? ഡു യു ഹെൽപ്പ് യുവർ ഫാദർ? നിങ്ങൾ അച്ഛനെ സഹായിക്കാറുണ്ടോ? ഡു യു ഫീഡ് ദ കൗസ്? നിങ്ങൾ പശുക്കളെ മേയ്ക്കാറുണ്ടോ? ഡു യു ഫീഡ് ദ കൗസ്? ഡു യു ഫീഡ് ദ കൗസ്? നിങ്ങൾ പശുക്കളെ മേയ്ക്കാറുണ്ടോ? ഡു യു ഫീഡ് ദ കൗസ്? ഡു യു ലിവ് ഇൻ ജയ്പൂർ? നിങ്ങൾ ജയ്പൂരിലാണോ താമസിക്കുന്നത്? ഡു യു ലിവ് ഇൻ ജയ്പൂർ? നിങ്ങൾ ജയ്പൂരിലാണോ താമസിക്കുന്നത്? ഡു യു ലിവ് ഇൻ ജയ്പൂർ? ഡു യു ലിവ് ഇൻ ജയ്പൂർ? ഡു യു ഹാവ് എ സിസ്റ്റർ? നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടോ? ഡു യു ഹാവ് എ സിസ്റ്റർ? നിങ്ങൾക്ക് ഒരു സഹോദരി ഉണ്ടോ? ഡു യു ഹാവ് എ സിസ്റ്റർ? ഡു യു ഹാവ് എ കാർ? നിങ്ങൾക്കൊരു കാർ ഉണ്ടോ? ഡു യു ഹാവ് എ കാർ? നിങ്ങൾക്കൊരു കാർ ഉണ്ടോ? ഡു യു ഹാവ് ക്ലാസ് ടുഡേ? നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ? ഡു യു ഹാവ് ക്ലാസ് ടുഡേ? നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ? ഡു യു ഹാവ് ക്ലാസ് ടുഡേ? ഡു യു ഡ്രിങ്ക് ടീ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ? ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു നീഡ് എനി ഹെൽപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനി ഹെൽപ്പ്? ഡു യു നീഡ് എനി ഹെൽപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഹാസ്, ഹാവ് എന്നിവ ഏതെല്ലാം സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കാമെന്ന് നാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാണല്ലോ. ഉണ്ട് എന്ന അർത്ഥം വരുന്ന ഇവയോടൊപ്പം നമുക്ക് വേണ്ടതായ പ്രവൃത്തിയുടെ B3 ചേർക്കുമ്പോൾ, ഏത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയുടെ B3 ചേർക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നൊക്കെയായി മാറും. സംസാരത്തിൽ ഈ പ്രയോഗം സർവ്വസാധാരണമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ യു സംവെയർ. ഐ ഹാവ് സീൻ യു സംവെയർ. അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു ഡൽഹി. He has gone to Delhi. അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവയെക്കുറിച്ച് വിശദമായി നമുക്ക് വേറൊരു വീഡിയോയിൽ പഠിക്കാം. ഇന്ന് നാം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഹാവ് യു ചേർത്തുള്ളതായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
അതായത് കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യമാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പോകാം നമ്മുടെ സെന്റൻസുകളിലേക്ക്. ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ മുമ്പ് ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടോ? ഹാവ് യു വിസിറ്റഡ് ഡൽഹി ബിഫോർ? ഹാവ് യു വിസിറ്റഡ് ഡൽഹി ബിഫോർ? ഹാവ് യു വിസിറ്റഡ് ഡൽഹി ബിഫോർ? ഹാവ് യു സീൻ ഹിം ബിഫോർ? നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഹിം ബിഫോർ? ഹാവ് യു സീൻ ഹിം ബിഫോർ? നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ഡ്രിവൺ എ കാർ? നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാർ ഓടിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഡ്രിവൺ എ കാർ? ഹാവ് യു എവർ ഡ്രിവൺ എ കാർ? ഹാവ് യു എവർ ഈറ്റൺ പിസ്സ? നിങ്ങൾ എപ്പോഴെങ്കിലും പിസ്സ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൺ പിസ്സ? നിങ്ങൾ എപ്പോഴെങ്കിലും പിസ്സ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൺ പിസ്സ? നിങ്ങൾ എപ്പോഴെങ്കിലും പിസ്സ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഫോർഗോട്ടൻ എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും മറന്നോ? ഹാവ് യു ഫോർഗോട്ടൻ എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും മറന്നോ? ഹാവ് യു ഫോർഗോട്ടൻ എനിത്തിങ്? ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്? ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്? നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്? നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്? ഹാവ് യു ഡൺ ദ ഹോംവർക്ക്? നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ ദ ഹോംവർക്ക്? നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ ദ ഹോംവർക്ക്? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഗോട്ട് ദ പെർമിഷൻ? നിങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ? ഹാവ് യു ഗോട്ട് ദ പെർമിഷൻ? നിങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ? ഹാവ് യു ഗോട്ട് ദ പെർമിഷൻ? ഹാവ് യു എവർ സെൻഡ് ഹിം ലെറ്റേഴ്സ്? ഹാവ് യു എവർ സെൻഡ് ഹിം ലെറ്റേഴ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് കത്തുകൾ അയച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ സെൻഡ് ഹിം ലെറ്റേഴ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് കത്തുകൾ അയച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ സെൻഡ് ഹിം ലെറ്റേഴ്സ്? ഹാവ് യു പേയ്ഡ് ഹിം? നിങ്ങൾ അവന് പണം നൽകിയിട്ടുണ്ടോ? ഹാവ് യു പേയ്ഡ് ഹിം? നിങ്ങൾ അവന് പണം നൽകിയിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലഫന്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വെള്ള ആനയെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലഫന്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും വെള്ളയാനയെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലഫന്റ്? ഹാവ് യു എവർ ബോറോഡ് മണി? ഹാവ് യു എവർ ബോറോഡ് മണി? ഹാവ് യു എവർ ബോറോഡ് മണി? നിങ്ങൾ എപ്പോഴെങ്കിലും പണം കടം വാങ്ങിയിട്ടുണ്ടോ? ഹാവ് യു എവർ ബോറോഡ് മണി? ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി? നിങ്ങൾ ഈയിടെയായി തിരക്കിലായിരുന്നോ? ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി? നമുക്കറിയാം ആണ് എന്ന അർത്ഥം വരുന്ന ആം, ഈസ്, ആർ ഇവയെ ആണോ എന്ന ചോദ്യമാക്കുവാൻ വേണ്ടി വാചകത്തിന്റെ അല്ലെങ്കിൽ സെന്റൻസിന്റെ തുടക്കത്തിൽ ചേർത്താൽ മതിയെന്ന് അല്ലെ. അതുപോലെ തന്നെ ആ സെന്റൻസിന്റെ കഥാനായകൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് അത് ഒരാളാണെങ്കിൽ ഈസും, ഒന്നിലധികം പേരുണ്ടെങ്കിൽ ആറും ഉപയോഗിക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുക. ഇത് നമ്മൾ വിശദമായിട്ട് ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? ഓക്കെ. ആർ യു രോഹിത്? നിങ്ങൾ രോഹിത് ആണോ? അല്ലെങ്കിൽ നിങ്ങളാണോ രോഹിത്? ആർ യു രോഹിത്? ആർ യു ലേറ്റ്? നിങ്ങൾ വൈകിയോ? ആർ യു ലേറ്റ്? നിങ്ങൾ വൈകിയോ? ആർ യു ലേറ്റ്? ആർ യു ഓൾവേസ് വിത്ത് മീ? നീ എപ്പോഴും എന്നോടൊപ്പം ആണോ? നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടോ? ആർ യു ഓൾവേസ് വിത്ത് മീ? നീ എപ്പോഴും എന്നോടൊപ്പം ആണോ? അല്ലെങ്കിൽ നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടോ? ആർ യു ഓൾവേസ് വിത്ത് മീ? ആർ യു റോബിൻസ് ഫ്രണ്ട്? നിങ്ങൾ റോബിന്റെ സുഹൃത്താണോ? ആർ യു റോബിൻസ് ഫ്രണ്ട്? നിങ്ങൾ റോബിന്റെ സുഹൃത്താണോ? ആർ യു റോബിൻസ് ഫ്രണ്ട്? ആർ യു ജോൺസ് ഫാദർ? നിങ്ങൾ ജോണിന്റെ പിതാവാണോ? ആർ യു ജോൺസ് ഫാദർ? നിങ്ങൾ ജോണിന്റെ പിതാവാണോ? ആർ യു ജോൺസ് ഫാദർ? ആർ യു എ ടീച്ചർ?
നിങ്ങളൊരു അധ്യാപകനാണോ അല്ലെങ്കിൽ ഒരു അധ്യാപികയാണോ? ആർ യു എ ടീച്ചർ? ആർ യു എ ടീച്ചർ? ആർ യു ഹിസ് പേരൻസ്? നിങ്ങൾ അവന്റെ മാതാപിതാക്കളാണോ? ആർ യു ഹിസ് പേരൻസ്? നിങ്ങൾ അവന്റെ മാതാപിതാക്കളാണോ? ആർ യു ഹിസ് പേരൻസ്? ആർ യു എ സ്റ്റുഡന്റ്? നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ആർ യു എ സ്റ്റുഡന്റ്? നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ആർ യു എ സ്റ്റുഡന്റ്? ആർ യു ഹാപ്പി? നിങ്ങൾ സന്തോഷമായിരിക്കുന്നോ അല്ലെങ്കിൽ നീ സന്തോഷവാനാണോ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ആർ യു ഹാംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹാംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹാംഗ്രി? ആർ യു ടയേർഡ്? നിങ്ങൾ ക്ഷീണിതനാണോ? ആർ യു ടയേർഡ്? നിങ്ങൾ ക്ഷീണിതനാണോ? ആർ യു ടയേർഡ്? ആർ യു വാച്ചിങ് ടി വി? നിങ്ങൾ ടി വി കാണുകയാണോ? ആർ യു വാച്ചിങ് ടി വി? നിങ്ങൾ ടി വി കാണുകയാണോ? ആർ യു സ്റ്റഡിങ്? നിങ്ങൾ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിങ്? നിങ്ങൾ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിങ്? നിങ്ങൾ പഠിക്കുകയാണോ? ആർ യു ഹാവിങ് ലഞ്ച്? നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണോ? ആർ യു ഹാവിങ് ലഞ്ച്? നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണോ? ആർ യു ഹാവിങ് ലഞ്ച്? നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണോ? ആർ യു ഹാവിങ് ലഞ്ച്? ആർ യു ഫ്രം ഇന്ത്യ? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? ആർ യു ഫ്രം ഇന്ത്യ? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? ആർ യു ഫ്രം ഇന്ത്യ? ആർ യു ആംഗ്രി വിത്ത് മീ? നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് എന്നോട് ദേഷ്യമാണോ? ആർ യു ആംഗ്രി വിത്ത് മീ? ആർ യു ആംഗ്രി വിത്ത് മീ? ആർ യു ന്യൂ ഹിയർ? നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ? ആർ യു ന്യൂ ഹിയർ? നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ? ആർ യു ന്യൂ ഹിയർ? ആർ യു ഗോയിങ് ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പോകുകയാണോ? ആർ യു ഗോയിങ് ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പോകുകയാണോ? ആർ യു ഗോയിങ് ടു സ്കൂൾ? ആർ യു ടേക്കിംഗ് മെഡിസിൻ നൗ? നിങ്ങൾ ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? ആർ യു ടേക്കിംഗ് മെഡിസിൻ നൗ? ആർ യു ടേക്കിംഗ് മെഡിസിൻ നൗ? ആർ യു പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? നീ നാളെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ആർ യു പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? നീ നാളെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ആർ യു പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.